ശ്രീ ലിജീഷ്, ഇത് ശരിയുമാണല്ലോ. കാരണം ഒരു സർക്കാരാണെങ്കിൽ ഒരു സമരം പൊളിക്കുന്നതിന് വേണ്ടി ഏത് കാര്യവും ചെയ്യും. അത് ചിലപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് നേരിടും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകളിലൂടെ അത് ധാരണയിലെത്തിക്കും. ഇവിടെ പിൻവാതിലിലൂടെ ചർച്ചയ്ക്ക് പോയത് നിങ്ങളല്ലേ? അണികൾ അവിടെ സമരം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും അറിയാതെ പിൻവാതിലിലൂടെ ഒരു ചർച്ച നടന്നു എന്നത് ഉറപ്പിക്കുന്നതാണല്ലോ ഇന്ന് ജോൺ ബ്രിട്ടാസിന്റെയും വെളിപ്പെടുത്തൽ. ചെറിയാൻ ഫിലിപ്പ് അത് ശരിയാണെന്ന് പറയുകയും ചെയ്യുന്നു. അതായത് തിരുവഞ്ചൂരും ബ്രിട്ടാസും പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ചെറിയാനെ അതിനകത്ത് വേണം വിശ്വസിക്കാം. കാരണം ചെറിയാൻ അന്ന് LDF-ലായിരുന്നു, ഇന്ന് UDF-ലാണ്. പക്ഷെ അദ്ദേഹം ഇന്ന് പറഞ്ഞപ്പോൾ ബ്രിട്ടാസ് പറഞ്ഞത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. അതായത് തിരുവഞ്ചൂർ ചെറിയാനെ വിളിക്കുകയായിരുന്നു ടെലിഫോണിൽ. അത് ഉടൻ തന്നെ ബ്രിട്ടാസിന് ചെറിയാൻ നൽകുന്നു. അങ്ങനെ ബ്രിട്ടാസും തിരുവഞ്ചൂരും തമ്മിലുള്ള ഒരു ആശയവിനിമയം നടക്കുന്നു. അവിടെ നിന്ന് പിന്നെ ഡെവലപ്പ് ചെയ്ത് അത് പിണറായി വിജയൻ വഴി പിന്നെ കോടിയേരി ബാലകൃഷ്ണനുമായിട്ട് സംസാരിച്ച്, കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിച്ച്, അങ്ങനെ അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയിലെത്തി ഈ വ്യവസ്ഥകളൊക്കെ വെക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ സമരം പിൻവലിക്കുന്നു. ഇതാണല്ലോ ഉണ്ടായത്. അപ്പോൾ അവിടെ വഴങ്ങിയത് CPM ആണ്. അണികൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ ബാക്ക് ഡോറിൽ പോയി ചർച്ച നടത്താൻ പോയി. ഇതുവരെ ഉണ്ടായിരുന്നത് ഇത് അഭ്യൂഹം മാത്രമായിരുന്നു. C. ദിവാകരൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഞങ്ങളെല്ലാം സമരരംഗത്തിരിക്കുമ്പോൾ പൊടുന്നനെ എന്നെ AKD സെന്ററിലേക്ക് വിളിക്കുന്നു, അവിടെ വെച്ചാണ് ഞാൻ അറിയുന്നത് സമരം പിൻവലിക്കുകയാണെന്ന്. നിരാശയോടെ എനിക്ക് പടിയിറങ്ങി പോരേണ്ടി വന്നു എന്ന്. പക്ഷെ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ എഴുതുന്നില്ല എന്ന് അന്ന് നേതാക്കൾ തള്ളിപ്പറഞ്ഞതാണ്. ഇത് തെറ്റാണ് അദ്ദേഹം പറഞ്ഞതെന്ന്. പക്ഷെ ശരിയാണെന്ന് ഇപ്പോൾ ബ്രിട്ടാസും ചെറിയാനും തമ്മിൽ സമ്മതിക്കുകയാണല്ലോ. അല്ല, അങ്ങനെയല്ല. LDF ഏറ്റെടുത്ത ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നായിരുന്നു സോളാർ കേസുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് വളയൽ. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ജോൺ ബ്രിട്ടാസിൻ്റെ പത്രസമ്മേളനത്തോടുകൂടെയും ഇപ്പോൾ അതിനുശേഷം ചെറിയാൻ ഫിലിപ്പ് നടത്തിയ പത്രസമ്മേളനത്തോടുകൂടെയും ഒരു കാര്യം വ്യക്തമായല്ലോ, ആരാണ് ആദ്യം വിളിച്ചതെന്നുള്ളത്. CPM-ഉം അല്ലെങ്കിൽ LDF ഏറ്റെടുക്കുന്ന ഒരു സമരവുമായി ബന്ധപ്പെട്ട് ആ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലൂടെയാണ് ഈ പറയുന്ന കൈരളി TV-യുടെ MD ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസുമായിട്ട് സംസാരിക്കുന്നത്. അതായത് സമരം നടത്തി അങ്ങോട്ട് പോയത് എങ്ങനെ ഒത്തീർപ്പാക്കണം, എങ്ങനെയും തീർപ്പാക്കണം എന്ന് CPM LDF ആവശ്യപ്പെട്ടതല്ല. സ്വാഭാവികമായിട്ടും ഒരു വലിയ സമരം നടക്കുന്ന സമയത്ത് ഭരണ നേതൃത്വം എന്നുള്ള നിലയ്ക്ക് അവരത് അവസാനിപ്പിക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ചുള്ള മുദ്രാവാക്യങ്ങൾ അംഗീകരിക്കണമെന്ന് അവർ കാണുന്നുണ്ടാവും. അതിനനുസരിച്ച് ജോൺ ബ്രിട്ടാസുമായി സംസാരിച്ചു. ജോൺ ബ്രിട്ടാസ് ഇതിനു ശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുമായും ബന്ധപ്പെട്ടു. അതിനുശേഷം തിരുവഞ്ചൂരും അതുപോലെ ഉമ്മൻചാണ്ടിയുമായി എല്ലാം സംസാരിച്ചു എന്നാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. പക്ഷെ അവിടെ ഒരു കാര്യങ്ങളില്ലല്ലോ. അല്ല ലിജീഷ്, ഇത് അന്ന് തന്നെ ഇത് വിവാദമായതാണ്. എന്തിനാണ് LDF ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പൊടുന്നനെ ഈ സമരത്തിൽ നിന്ന് പിന്മാറിയത് എന്ന്? അതാണല്ലോ അന്ന് ഏറെ ചർച്ചാ വിഷയമായത്. ഒരുപാട് ചർച്ചകൾ ഇതേക്കുറിച്ച് വന്നിരുന്നു. മുഖ്യമന്ത്രി രാജിവെക്കണം എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ നിന്ന് പൊടുന്നനെ രണ്ടാമത്തെ ദിവസം തന്നെ പിന്മാറുകയായിരുന്നു. ഈ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി അതിന് മുൻപ് തന്നെ പറഞ്ഞതാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാണെന്ന്. പക്ഷെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ബലത്തിൽ ആ സമരത്തിൽ നിന്ന് പൊടുന്നനെ പിന്മാറുകയാണ്. അന്ന് ഐസക്കിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഐസക് സമരരംഗത്ത് അണികളെ ഇങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, ഐസക് സമരം പിൻവലിച്ചല്ലോ എന്ന്. അപ്പോൾ ഐസക് പറയുകയാണ്, ആര് പറഞ്ഞു സമരം പിൻവലിച്ചു എന്ന്? അതായത് ഒരു നേതാക്കളും അറിഞ്ഞില്ല ഇക്കാര്യം. അതാണ് സംഭവിച്ചത് ശ്രീ ലിജീഷ്. അല്ലാതെ ഈ ബ്രിട്ടാസ് എന്ന് പറഞ്ഞതോടുകൂടി തിരുവഞ്ചൂർ ഇങ്ങോട്ട് വിളിച്ചു, അതുകൊണ്ട് അവിടെ UDF ആണ് ഈ സമരം പറഞ്ഞുകൊണ്ട് ആയില്ല. ഭരണരംഗത്തുള്ളവർ ആശ്രമം നടത്തും, നിങ്ങൾ വഴങ്ങിക്കൊടുത്തു. അല്ല, വഴങ്ങിക്കൊടുത്തല്ല. ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ഭൂരിഭാഗം അംഗീകരിച്ചതിന്റെ ഭാഗമായാണ് സമരത്തിൽ പിൻവാങ്ങിയത്. ഈ ചർച്ചയുടെ ഭാഗമായി ജോൺ ബ്രിട്ടാസ് തന്നെ പറഞ്ഞു, CPM-ന്റെ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ LDF-ന്റെ നിർദ്ദേശങ്ങളും ആ നിലയിൽ പറയാൻ വേണ്ടി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ ജുഡീഷ്യൽ അന്വേഷണ പരിധിയിൽ വരണം എന്നുള്ളതാണ്. ജുഡീഷ്യൽ അന്വേഷണം മുൻകൂട്ടി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ പിന്നീട് 2-3 ദിവസം കഴിഞ്ഞിട്ട് മന്ത്രിസഭ യോഗം ചേർന്നിട്ട് പിന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് എന്തിനാ? അത് നേരത്തെ കാര്യങ്ങൾ താങ്കൾ ഒന്ന് റെഫർ ചെയ്ത് നോക്കൂ. അന്ന് അതിന് മുൻപുള്ള വാർത്താ സമ്മേളനങ്ങളിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾ സിറ്റിംഗ് ജഡ്ജി വേണമെന്നുള്ള ഒരു വാശി പിടിച്ചു. പക്ഷെ അത് പിന്നീട് നടന്നുമില്ല. അത് മറ്റൊരു കാര്യം.
ഈ ഉറപ്പ് കൊടുത്തതിനു ശേഷം 2 ദിവസം കഴിഞ്ഞ് അല്ല, മന്ത്രിസഭാ യോഗം സിറ്റിംഗ് ജഡ്ജി മാത്രമല്ല, ചേരുന്നു, ഈ തീരുമാനമെടുക്കുന്നു. അതിലെന്താണ് അത്ഭുതം? എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. രാജിവെക്കണം എന്നുള്ളതായിരുന്നു. ഉമ്മൻചാണ്ടി രാജിവെക്കാതെ ഈ സമരത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകില്ല എന്നായിരുന്നു സെക്രട്ടേറിയറ്റ് മുന്നിൽ പറഞ്ഞത്. ഞാൻ പറയട്ടെ ഉമ്മൻചാണ്ടി രാജിവെക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ മുദ്രാവാക്യമായിരുന്നു. ഈ ചർച്ചയുടെ ഭാഗമായി അതിനകത്ത് ജുഡീഷ്യൽ അന്വേഷണ പരിധിക്കകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാള അർത്ഥം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് തുടരാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് ജനകീയ വിചാരണയ്ക്ക് നമ്മൾ വിട്ടുകൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെയും ഞങ്ങൾ സമരവും ക്യാമ്പയിൻ ഏറ്റെടുത്തു. നിങ്ങൾ നോക്ക്, 2016 ഞങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സമര മുദ്രാവാക്യവും അതുപോലെ ഇലക്ഷന്റെ മുദ്രാവാക്യവുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട്. ഒന്നും സംഭവിച്ചില്ല ശ്രീ ലിജീഷ്. താങ്കൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ 12 വർഷമേ ആയിട്ടുള്ളൂ. ഇനി 12 വർഷമായി എന്ന് തന്നെ കൂട്ടിക്കോളൂ. എന്നാൽ ഈ മലയാളികൾ അത് മറന്നിട്ടില്ല അന്ന് തലസ്ഥാനത്ത് എന്താണ് സംഭവിച്ചതെന്ന്. സമരം നിർത്താൻ നിങ്ങൾ നിർബന്ധിതരാവുകയായിരുന്നു. അതുകൊണ്ട് സർക്കാരിന്റെ ഏത് ഒത്തുതീർപ്പ് നിർദ്ദേശത്തിനും നിങ്ങൾ വഴങ്ങുകയായിരുന്നു. എന്നിട്ട് ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി പരിധിയിൽ ഉൾപ്പെടുത്തിയല്ലോ, അത് മുഖ്യമന്ത്രി രാജിവെക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്ത്രപരമായ ഒരു ഒഴിഞ്ഞുമാറലാണ് അന്ന് സംഭവിച്ചത്. അതല്ലെങ്കിൽ ഇത്രയും വർഷം എന്തിനു മറച്ചു വെച്ചു? ഇത്രയും വർഷം ആരും പറഞ്ഞിട്ടില്ലല്ലോ. അന്ന് ഇങ്ങനെ ഒരു ഒത്തുതീർപ്പ് നടത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി സംസാരിച്ചു, സർക്കാർ ഇങ്ങോട്ട് ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു, ഞങ്ങൾ വഴങ്ങി. ഇങ്ങനെ ഒരു ഒത്തുതീർപ്പിനെ കുറിച്ച് മിണ്ടിയില്ല. സി ദിവാകരൻ പോലും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം 10 വർഷത്തിന് ശേഷം 10-11 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആത്മകഥയിലാണ് ഇക്കാര്യം പറഞ്ഞത്, ഈ ഒത്തുതീർപ്പിനെ കുറിച്ച്. അന്നും ഏറെ ചർച്ചയായി. അന്ന് നേതാക്കൾ പറഞ്ഞത് എന്താണ്? ദിവാകരൻ പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ്. കാനം പോലും ഇക്കാര്യം പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന്, അങ്ങനെ ഒരു ഒത്തുതീർപ്പ് നടന്നിട്ടില്ല എന്ന്. അങ്ങനെയല്ല ഞാൻ പറയട്ടെ. അതിനകത്ത് വലിയൊരു സമരം പുറത്തു നടക്കുന്ന സമയത്ത് ഭരണ നേതൃത്വം എന്നുള്ള നിലയ്ക്ക് ജോൺ ബ്രിട്ടാസിനെ ചെറിയാൻ ഫിലിപ്പ് വഴി ബന്ധപ്പെടുന്നു. അതിന്റെ ഭാഗമായി LDFന്റെ നേതൃത്വവും CPMന്റെ നേതൃത്വവും ഇന്ന് ആവശ്യമാണ് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം സമരത്തിൽ നിന്ന് പിൻവാങ്ങാമെന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജുഡീഷ്യൽ അന്വേഷണ പരിധിയിൽ പെടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ സമര വിജയമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് LDFന്റെ നേതൃത്വം ആലോചിച്ച് സമരം പിൻവലിക്കുന്നത്, CPMന്റെ സംസ്ഥാന സെക്രട്ടറി അത് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം അത് മന്ത്രിസഭാ തീരുമാനമായി വന്നു. അത് ഏറ്റവും വലിയ സമര വിജയമാണ്. അതെന്താണ് മഞ്ജുഷ കാണാതെ പോകുന്നത്? ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനങ്ങൾ മുഴുവൻ എടുത്തു വെച്ച് നിങ്ങൾ നോക്കിക്കോളൂ. ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനങ്ങൾ ഈ സമരത്തിന് മുൻപുള്ള ഉമ്മൻചാണ്ടിയുടെ എല്ലാ വാർത്താ സമ്മേളനങ്ങളും എടുത്തു വെച്ച് നോക്കിക്കോളൂ. അദ്ദേഹം എല്ലാ മന്ത്രിസഭാ യോഗത്തിന് ശേഷവും കൃത്യമായിട്ട് വാർത്താ സമ്മേളനം വിളിക്കാറുള്ളതാണ്. എല്ലാത്തിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏത് അന്വേഷണത്തിനും തയ്യാറാണ്, ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാണ്, അതിൽ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ, ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്തോളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും പോരാ. VSന്റെ പ്രഖ്യാപനമായിരുന്നു, ഇതൊന്നും പോരാ, മുഖ്യമന്ത്രി രാജിവെക്കാതെ പിന്നോട്ടില്ല എന്ന്. ചെറിയാൻ ഫിലിപ്പിനെ നിങ്ങൾ വിശ്വസിക്കുകയാണല്ലോ. അന്ന് LDFിലായ ചെറിയാൻ ഇപ്പോൾ UDFിലാണ്. പക്ഷെ അദ്ദേഹം ഇന്ന് ബ്രിട്ടാസ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എന്തു പറഞ്ഞു അതേ കാര്യങ്ങൾ തന്നെയാണ് ചെറിയാൻ പറഞ്ഞത്. പക്ഷെ ചെറിയാൻ ഒരു കാര്യം പറഞ്ഞു, VSന്റെ പിടിവാശിയായിരുന്നു, അതിൽ CPMന്റെ മറ്റ് നേതാക്കൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും, ഇങ്ങനെ ഒരു സമരവുമായി തലസ്ഥാനത്ത് മുന്നോട്ട് പോകാൻ സാധ്യമല്ല, ഇത്രയും ആളുകളെ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല, ഓരോ ജില്ലാ ഘടകത്തിനും അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നൊക്കെ ഇന്ന് ചെറിയാൻ പറഞ്ഞത് കൂടി വിശ്വാസത്തിലെടുക്കണം. അപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത ഒരു സമരത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടി CPM ശ്രമിച്ചു. ഇനി ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും ഡീൽ ഉണ്ടായിട്ടുണ്ടോ എന്ന്. എല്ലാ വശവും ആലോചിച്ചാണ് സമരം നടത്തുക. അല്ല മഞ്ജുഷ, ഞാൻ പറയട്ടെ, CPMഉം LDFും ഒരു സമരം ആലോചിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു സമരത്തിലേക്ക് പോവുകയല്ല ചെയ്യുക. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വലിയ സമരങ്ങൾ ആലോചിക്കുന്ന സമയത്ത് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിലെല്ലാം ചർച്ച നടത്തും, LDFന്റെ വിവിധ ഘടകങ്ങളിലെല്ലാം ചർച്ച നടത്തും. അല്ലാതെ ഏതെങ്കിലും ജില്ലാ കമ്മിറ്റിക്ക് എതിർപ്പുണ്ടായിരുന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആരാണ് വിശ്വസിക്കുക? ശരി, ചെറിയാൻ പറഞ്ഞാണ്. ശരി, ചെറിയാൻ UDFിലേക്ക് പോയതോടുകൂടി, ശരി, ചെറിയാൻ കോൺഗ്രസിലേക്ക് പോയതോടുകൂടി ചെറിയാനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലായിരിക്കും. തള്ളിക്കളയുന്ന വാദങ്ങളാണ് നിങ്ങൾ ഈ വെക്കുന്നത്. ഞാൻ പറഞ്ഞല്ല, VSന്റെ വാശി പിടിക്കുന്നതിനനുസരിച്ചല്ല പൊതുവായി തീരുമാനിക്കുക. പൊതുവായി VS കൂടി ഉൾപ്പെടുന്ന LDFന്റെ നേതൃത്വവും CPMന്റെ നേതൃത്വമാണ് അന്നത്തെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതെ ലിജീഷ്, ഞാൻ പറഞ്ഞത് എന്റെ വാചകം എടുത്തല്ല, ചെറിയാൻ ഫിലിപ്പ് ഇന്ന് പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ചെറിയാൻ പറഞ്ഞ കാര്യമാണ് VSന്റെ പിടിവാശിയുടെ കാര്യം, ഈ ജില്ലാ ഘടകങ്ങൾക്കുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസവുമൊക്കെ. ഞാൻ